ഹായ് ഗൈസ്. ഹലോ ഗൈസ്. അബിയ അവള് കൊള്ള രണ്ട് അബിയമാരാണ് ഗൈസ്. രണ്ട് അബിയന്മാർ. ഞങ്ങള് ഇപ്പം ലവ് ലോക്ക് ബ്രിഡ്ജിന്റെ അവിടെയാണ് അല്ലേ, ഓർമ്മകൾ പുതുക്കാനായിട്ട്. ഒരുപാട് നാളായി വന്നിട്ട്. ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ 3 വർഷമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നപ്പോ വന്നതാ. ഇപ്പൊ ഞാൻ വന്നിട്ടില്ല. 1 വർഷമായതേ ഉള്ളൂ നീ വന്നിട്ട്. മഴ പെയ്യാണ് ഗൈസ്. മഴ. അബിയസേ ഹായ്. സെമീനെ കാണാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ വന്നത്? അത് കണ്ടു. ഇവിടുന്ന് ഓടി വന്നു. ഞാൻ ഓർക്കുന്നില്ല. ശരിയാ, നമ്മളെല്ലാരും കൂടെ എന്നിട്ട് നിരന്ന് ആ സൈഡിൽ ഇരുന്നത്. ഓ കാശ് ഭയങ്കരമായിട്ട് എടി നമുക്ക് ക്രോസ് ചെയ്യണ്ടേ. പോയി ഇപ്പൊ പച്ചയായിരുന്നു. ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു. എന്താണ് നോക്കണേ? ഇന്നത്തെ ഡേറ്റിൽ ആരെങ്കിലും ലോക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഫുള്ളോടെ നിൽക്കേണ്ടി വരുമല്ലോ. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് ഗൈസ്. ഫ്രണ്ട്ഷിപ്പ് ലോക്ക് ഒക്കെ ഉണ്ട്. അത് നല്ലതാണല്ലോ. ഫ്ലോയി കൈല. ഞങ്ങളന്ന് പേരിടാൻ ഞാൻ നന്നായി. 2026 3/12. അതെ, ചിലപ്പോ ഇങ്ങോട്ടാണല്ലോ. മാർച്ച് മാസം 12. 6ാം തീയതി കിട്ടി. 6ാം തീയതി കിട്ടി. പക്ഷെ മാസം കിട്ടിയില്ലേ? ഇതൊക്കെ ഫുൾ എന്താലേ ഇവരൊക്കെ ഇപ്പോൾ സെറ്റ് ആയിരിക്കോ അതോ പിരിഞ്ഞു കാണും? എന്താണ് ഗൈസ് നിങ്ങൾക്കൊക്കെ ലവിനെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റിൽ അറിയിക്കൂ ഗൈസ്. ലവ് ഈസ് സംതിങ് ബാഡ് അല്ലേ സെമിയ? അതെ അതെ അതെ, ഞങ്ങൾ ലവിന് എതിരായിട്ടുള്ള ആൾക്കാരാണ്. അതെ, മൊത്തം ഹെയ്റ്റ് കമന്റ്സ് ആയിരിക്കും. ആകെ 4-3 ആൾക്കാര് കമന്റ് വിടുന്നുണ്ട്. അതിനകത്ത് മൊത്തം ഹെയ്റ്റ് കമന്റ് ആയിരിക്കും. അയ്യോ, അല്ലേ ലവ് കൊള്ളില്ല ഗൈസ്. ടു ബാഡ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ പീപ്പിൾ ചേഞ്ച് ബിക്കോസ് ഓഫ് ലവ്. അതാരും നീ കുത്തി പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അതാ ഞാനും നോക്കി. അവിടെ അതൊക്കെ പോയെന്ന് തോന്നുന്നു. അതൊക്കെ പച്ചമരമായെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ പച്ചമരമായെന്ന് തോന്നുന്നു. ചെറിയ ബ്ലോസം ഉണ്ടായിരുന്നത്. മഴ ആയതുകൊണ്ടാണ് ഗൈസ് തൊപ്പിയിട്ടത്. മഴ മാറി. മഴ കുറവുണ്ട്. പക്ഷെ അവിടെ വെള്ള സാധനം മാത്രമേ ഉള്ളൂ. വെള്ളപ്പൂ പിങ്ക് അല്ലേ ചെറിയ ബ്ലോസം? ഗൈസ് ചെറി ബ്ലോസത്തിന്റെ അടുത്ത് പോയി നിന്നാൽ പോളൻ വീണ അലർജി വരില്ല. അത് ഞാൻ ഇന്നാ കണ്ട. ഫോട്ടോ എടുത്തോ നീ? പക്ഷെ അത് മറ്റേ വലിയ പൂവല്ലേ? വലിയ പൂ. അത് ഞാൻ ചെറുതായിട്ട് ഫോട്ടോ എടുത്തോളൂ. എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോവാൻ. വെറുതെ സമയം കളയണ്ടല്ലോ. ഇല്ലല്ലോ, ഇല്ല. ആ വൈറ്റ് കല്ലുമഴ പെയ്തിട്ട് കല്ലുമഴയായിരുന്നു ഗൈസ്. കല്ലുമഴ അതുണ്ടോ? കയാക്കിങ് ചെയ്യുന്നതാണോ? കല്ലുമഴ നമുക്കും പോവായിരുന്നു. എനിക്കറിയാം. നമുക്ക് ഈ ഒരു ഇതിന് പോയാലോ?
ബോട്ടാണോ? സ്പീഡ് ബോട്ട് പോലെ. ആ, അതെനിക്ക് ആഗ്രഹമുണ്ട്. ഇല്ല, അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടോ സ്പീഡ് ബോട്ട് ഇല്ലാത്തോ? ഷിപ്പുള്ളൂ. ക്രൂസ് കാണണ്ടല്ലേ ഇതൊക്കെ. ഇരുത്തിക്കൊണ്ട് പോകുന്ന ചിലപ്പോ ആകുന്നുണ്ട്, കാരണം അത് നീളം കൂടുതലാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നീരിൽ വീഴും പൂക്കള്. എന്നാ ഫെമിയുടെ മമ്മിട്ട പാട്ട് ചെയ്തായിരുന്നു. ആ, ഒന്നുകൂടെ എടുക്കാവേ. ഇവിടെ സ്റ്റോപ്പ്. സുന്ദരന്റെ വരവോട്ടിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ, അരികിലായി വന്നു ചേരാൻ. ഫെമിയുടെ മമ്മി ഇട്ട പാട്ടാണ് ഗൈസ്. Look at that beauty. ഫെമി, നിനക്ക് എന്താണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ അവളുടെ വ്ലോഗ് എടുത്തോണ്ടിരിക്കല്ലേ. അടിപൊളി ട്ടോ. നോക്ക് ഗൈസ്, ഫെമിയെ കണ്ടോ നിങ്ങൾ? നല്ലാണോ? അപ്പോ ഫെമി ആണെങ്കിൽ മെൻഷനിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഫെമി ഞങ്ങളെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് വരും. പക്ഷെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഫെമി പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ മാസം കണ്ടായിരുന്നു, കഴിഞ്ഞ മുന്നത്തെ മാസം കണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫെമി ആണെങ്കിൽ 3-4 ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് വന്നയാ. ഫെമി അങ്ങ് പോയി. ഇനി ഫെമി കിട്ടില്ല. നമുക്ക് ഫെമിയുടെ പുറകെ പോവാം. ഫെമി, നീ ഹാപ്പി അല്ലേ? അങ്ങോട്ടാണോ? അതല്ലേ ബാക്ക്ഗ്രൗണ്ട് അല്ല, അതാ ഞാൻ ഹാപ്പി അല്ലേ? ഡാ, ഹാപ്പിയാണ്. ഇല്ല, നീ അവളുടെ ഫോട്ടോ എടുക്ക. ഈ അബിയ മാഡത്തിന് ദേഷ്യം വരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങക്ക് ദൂരെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് കാണാൻ പോവാ. ഇതുപോലെ സന്തോഷമുള്ള നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഫെമിയുടെ ലൈറ്റ് കിട്ടത്തുള്ളൂ. ഒത്തിരി സൂം ചെയ്താലേ ലൈറ്റ് കിട്ടത്തുള്ളൂ. ഈ ലൈറ്റ് മതിയോ? പക്ഷെ ഞാൻ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ നിന്ന് तेरा मेरा दिल किच मोहब्बत, तेरा मेरा दिल ना, तेरा मेरा दिल किच मोहब्बत, तेरा मेरा दिल किच किस्मत, तेरा मेरा तेरा मेरा. അവിടെ പോയി നിക്ക്, കൂട്ടത്തിൽ നിക്ക്, പോയി അവിടെ പോയി നിക്ക്. ഒരു ആപ്പിളിന്റെ ഒരു ഇയർഫോൺസ് മറ്റേ ക്യാമറമാൻ പോലെ. സോ ഞങ്ങളിപ്പോ കോൺസ്റ്റാബിൾ വാഹയിലോട്ട് പോവാണ്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. ഫെമിയുടെ പണ്ടത്തെ ഫേവറേറ്റ് സ്പോട്ടാണ് പോലും പ്രീമാർക്ക്. അപ്പൊ പ്രീമാർക്കിൽ പോവാണ്. നമ്മളുടെ മറ്റേ അബിയെ കൂടെ ഉണ്ട്, കാരണം ഞാനൊരു അബിയാണ് ഗായ്സ്. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും അഭിമാനാണ് നടക്കുന്നത്. അതെ. അപ്പൊ ഫെമിയുടെ ക്ലിപ്സ് കുറവാണ്, കാരണം ഫെമിയാണ് ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആയിട്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്. ഫെമിയുടെ ക്ലിപ്സ് കുറവാണ്, പക്ഷെ അത് നമ്മൾ ഇതിൽ നികത്തും. ഇതൊന്നും ഞാൻ കട്ട് ചെയ്യത്തില്ല, അതുപോലെ തന്നെ. ഫെമി എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തിയാണ്. ഫെമിക്ക് നാണം വരുന്നു ഗായ്സ്. എസ് എന്തിയെ? എസ് എവിടെയൊന്നും ഇല്ല, വഴി തെറ്റി നിൽക്കുന്നതാണ് ഗായ്സ് നമ്മളെ കാണുന്നത്. നീയല്ലേ ഫ്രാങ്ക്ഫർട്ടിൽ ജീവിക്കുന്നേ? ജീവിക്കണേ നീയൊക്കെയല്ലേ എന്നെക്കാൾ ഒരു വർഷം മുൻപ് ഇവിടെ വന്നത്. പക്ഷെ ഗായ്സ്, ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ വരാറില്ല. എനിക്ക് ഫ്രാങ്ക്ഫർട്ടിൽ ആരുമില്ല. ഉള്ളവർ പറയട്ടെ. ഫ്രാങ്ക്ഫർട്ടില് ഞാൻ അങ്ങനെ വരാറുണ്ട്. ബസ് എടുക്കണം, അല്ലെങ്കിൽ 12 മിനിറ്റ് നടന്നിട്ട് ഒരു എടുക്കണം. ഫെമിയുടെ പണ്ടത്തെ ഹോം ടൗൺ ആണ് ഫ്രാങ്ക്ഫർട്ട്. ഒന്നെങ്കിൽ നമ്മൾ വന്നിടത്ത് തന്നെ. ഇതല്ലേ നീ പറയുന്നേ? ഗായ്സ്, ഞങ്ങള് എസ് കണ്ടുപിടിക്കാണ്. എസ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല.
പക്ഷെ ഇവിടെ കാണാനുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണെന്നാണ് ഇവർക്കൊക്കെ തോന്നുന്നത്. നമ്മളിവിടെ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാം. ഇതെല്ലാവരും കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും. ലൗലോക് പാലത്തിന്റെ പുറകില് ബിൽഡിങ്സ് ഉണ്ട്. കുറച്ച് സണ്ണുണ്ട്. ഇപ്പോ കുറച്ച് മുന്നേ ഇവിടെ കല്ലുമഴ പെയ്തേ ഉള്ളൂ. വഴി കാട്ടി അഭ്യ, ക്യാമറമാൻ അഭ്യ റോസ്, നടക്കുന്ന ഇൻഫ്ലുവൻസർ ഫെമി. പിന്നില്ലേ ഇന്നലെ ഞങ്ങള് ശരവണ ഭവനിൽ പോയപ്പോഴേക്കും അതെ ഗായ്സ്, ഇന്നലെ ഞങ്ങൾ ശരവണ ഭവൻ റെസ്റ്റോറന്റിൽ പോയപ്പോഴേക്കും ഫെമിയുടെ ഫാൻസ് ഒക്കെ വന്നിട്ട് ഓട്ടോഗ്രാഫ് ചോദിച്ചു ഗൈസ്. ഇന്നലത്തെ വ്ളോഗിൽ അത് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഡ്രസ്സിന് ലിങ്ക് വേണ്ട. പറയൂ നിങ്ങളുടെ ഡ്രസ്സിന് എത്ര രൂപയായി? ശ്രീമാർക്കിന് ഓഫറിന് കിട്ടിയത് അങ്ങനെ പറയുന്നത്. ഇത് നോക്ക് 1 TB. അത് EMI ക്ക് വാങ്ങിച്ചത് 1 TB. ഇത് ഫെമി മൊത്തത്തിൽ റിച്ച് ആണ്. ഇത് വെൽസ്റ്റൈന്റെ ജാക്കറ്റ്, മൈക്കിൾ കോഴ്സിന്റെ ബാഗ്. പറയുന്ന ആളോ? ഞാൻ പ്രിമാർക്കിന്റെ ജാക്കറ്റാ, ഞാൻ മൊത്തത്തിൽ പ്രിമാർക്കാ. അങ്ങനെയൊന്നുമില്ല. എന്നാലും അഭിയാൻ നിന്റെ ഔട്ട്ഫിറ്റ് വർത്ത് എത്രയായിരിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? വളരെ കുറവാ, ഞാൻ പറഞ്ഞുതരാം. ഈ ടോപ്പിന് ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? പ്രിമാർക്കല്ലേ? പെട്ടെന്ന് പറയണം. ലാഗ് ആയ ഉണ്ടാവും. ജീൻസിനൊരു 2000. ഓക്കെ. ബാഗ്, ഈ ബാഗ് ഫ്രഷ് ആണ് ഗൈസ്. എത്ര? 29 euro. ഓക്കെ, നല്ല കാറ്റ് വാക്ക് എന്നാണ് ബാഗിന്റെ പേര്. സാധനം എക്സ്പെൻസീവ്. 2000 euros. അഭിയ ഒറ്റയടിക്ക് 2000 euro അവരുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്ത് മേടിച്ച ഫോണാണ്. സോ ഇതാണ് ഗൈസ് ഫ്രാങ്ക്ഫർട്ട് സ്ട്രീറ്റ്. എല്ലാരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒന്നുകൂടെ കാണിക്കാം. ഫെമിയുടെ ഹെയർ കണ്ടോ ഗൈസ്? ഹെയർ ഈസ് ഹെയറിങ്. സോ ഞങ്ങൾ ഈ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ വർത്താനിച്ച് നടക്കുകയാണ് ഗൈസ്. വഴി ഇപ്പം തെറ്റുമെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ പോണത് കോൺസ്റ്റബിൾ വാഹിലോട്ടാണ്. പ്രിമാർക്കിലല്ലേ? പ്രിമാർക്കിലാണ് ഗൈസ്. ഗൈസ് ഇന്നൊരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. ട്രെയിൻ കയറാൻ വേണ്ടി നിന്നപ്പോൾ ട്രെയിൻ വന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് ഈ ബഹിൻഡോട്ടായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, മനസ്സിനൊക്കെ ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ള കുറച്ച് ആൾക്കാർ. അപ്പൊ അവര് ട്രെയിൻ കയറാൻ കുറെ സമയം എടുത്തു. എനിക്കും ഫെമിക്കും നല്ല മനസ്സായതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു അവര് കയറി കഴിഞ്ഞിട്ടാണ് ഞാനും കയറാൻ നിന്നത് കേട്ടോ. ഈ പ്ലേഗയില് വർക്ക് ചെയ്യുന്ന അബിയ അങ്ങനെയൊന്നല്ല ഗൈസ്. അവര് കയറി കഴിഞ്ഞ് ഞാനങ്ങ് കയറിയപ്പോഴേക്കും ഡോർ അടഞ്ഞു പോയി ഗൈസ്. ഞാൻ കുറെ നോക്കി, ഡോർ തുറന്നില്ല. വണ്ടിയിലെ മാമൻ ഞാൻ നോക്കി, ഇല്ല നിങ്ങൾ കാണാഞ്ഞിട്ടാ ഞാൻ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ആ ലോക്ക് ഫ്യൂറർ ഡോർ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തുറക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീസ്ബാർഡനിൽ പോയി ഇറങ്ങി ഗൈസ്. എന്നിട്ട് ചോദിക്കൂ, തന്നെ തിന്നു തന്നെ കുടിച്ചു. അതെ, തന്നെ പോയി അവിടെ പോയി ഇരുന്ന് ഒരു കാപ്പച്ചിനോയും മേടിച്ച്. ഹോട്ട് ചോക്ലേറ്റ് നല്ലൊരു മൊസറല്ല ബ്രോഡ്സിനും കൂടെ ഞാൻ കഴിച്ചു ഗൈസ്. എന്നിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി 3 സ്നിക്കേഴ്സും മേടിച്ചു, തേങ്ങാവെള്ളവും മേടിച്ചിട്ട് ഞങ്ങൾ ട്രെയിനിൽ ചില്ല് ചെയ്ത് ഫ്രാങ്ക്ഫർട്ട് എത്തി. അബിയക്കാണെങ്കിൽ നമുക്ക് വേണ്ടി ഇന്ന് വെറും 2 hours ഉള്ളൂ. നമ്മൾ ആ 2 hours നന്നായി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്താ സേഫ് അല്ലാത്ത? റോഡ് ക്രോസ് ചെയ്യലോ? സോറി ഗൈസ്, ഞാൻ ഈ കാര്യത്തിലൊന്നും ഇടപെട്ടതേ ഇല്ല. അതായത് വഴി കണ്ടുപിടിക്കാൻ. സൺകിസ്. ഓ നിങ്ങൾക്കൊന്നും അതാ ഞാൻ തിരിഞ്ഞൊരു സൺകിസ് എടുത്തു ഗൈസ്. ഞാൻ മനുഷ്യരൂപം ഉണ്ടെങ്കിൽ അതാണ് അബിയ റോസ്. പിന്നെ ഫുൾ നെയിം ഒക്കെ പറയുന്നു ഗൈസ്. ഡാർട്ടൻ ഷുഡ്സെ പറയുന്നത് ഞാൻ ഇത് ചെയ്ത് ഡ്രാമ
അല്ല ഞാൻ സൈഡിൽ നെക്കി, എന്റെ കൈ ഇങ്ങനെ സൈഡിൽ പോയി എങ്ങുന്നത് ഇവര് കാണാത്ത എന്റെ കുറ്റാണ്. അടയുന്നുണ്ടല്ലോ ആ സീന. എന്നിട്ട് എന്നാ ഇവർ രണ്ടുപേരും വരാൻ ശ്രമിച്ചോ? ഇല്ല, എന്നെ ഒറ്റയ്ക്ക് കയറ്റി വിട്ടു. നല്ല ഫ്രണ്ട് വേണേ വാ. ഗൈസ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇവർ രണ്ടുപേരും ബാല്യകാല സൈകളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിലായിരുന്നു. ഇവർ രണ്ടുപേരെ ഈ ബസ്സായിരുന്നു നമ്മള് പോണ്ടത്. അല്ല അല്ല, ഇവർ രണ്ടുപേരെ അറിയാവുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ വണ്ടിയാണ് പോണേ. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ മുന്നിൽ കൂടെ പറഞ്ഞു. അവിടെ ബസ് സ്റ്റോപ്പിൽ മനസ്സിലായല്ലോ, നമുക്ക് അവിടെയാണ് ബസ് സ്റ്റോപ്പിൽ മനസ്സിലായി. ഫെമിക് സ്റ്റോറീസ് അല്ലേ ഇപ്പൊ അബിയ സ്റ്റോറീസ്, സ്റ്റോറി ടെല്ലിംഗ് ബൈ അബിയ. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പഠിച്ച ഇവരുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ടായ ഒരാൾക്ക് ഞാൻ ഹായ് പറയുന്നു. നിനക്ക് സുഖല്ലേ? എന്റെ മൂവാറ്റുപുഴയിലുള്ള എല്ലാ ഫാൻസിനും. അബിയുടെ പേര് മൂവാറ്റുപുഴ അബിയ, കോട്ടയം ഫെമി. അല്ല, ഞങ്ങളോട് പഠിച്ച വേളിയിലുള്ള എല്ലാവർക്കും ഹായ്. പ്രത്യേകിച്ച് ഒരാൾക്ക്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും ഹായ്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഹാപ്പി. എന്താ പറയാ, Dankeschön für dein Betrug. Los geht's. നിങ്ങൾക്ക് ഫ്രെയിമിൽ വരും ഗൈസ്. എന്റെ ഹായ് ആ പേഴ്സണിൽ എത്തുവോ? നീ ഇത് കട്ട് ചെയ്ത് ഷോർട്സ് ആക്കി ഇടണം. ഹായ്, സുഖല്ലേ നിനക്ക്? ആളെ മെൻഷൻ ചെയ്ത് പോയിട്ട് ആളെ മെൻഷൻ ചെയ്ത ആളുടെ പ്രൈവസിനെ അത് ബാധിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതേ എനിക്ക് പറയാനുള്ളൂ, അതല്ല എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്യാമറയിലായതുകൊണ്ട്. പക്ഷേ നല്ലൊരു കട ഗൈസ് കാണിച്ചു തരാം. അയ്യോ ക്യാമറ ഓഫ് ആയി പോയി. വീടിച്ച് തകർത്ത് നല്ലൊരു കട. അബിയ എന്ത് പ്രത്യേകമാണ് ഗൈസ്. ഫെമി നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? കൊറേ ആയി. ഇല്ല, ഞാൻ വെയിറ്റ് വന്നു. ബൈ ഗൈസ്, പിന്നെ കാണാം. ഷുഗർ ഡാഡിയോ? ബ്രൗൺ ഷുഗർ ഡാഡി എന്ന് പറഞ്ഞൊരു ബോബാറ്റി ഗൈസ്. ഡാഡി കൊക്കോ അല്ല ചോക്കോ, ബ്രൗൺ ഷുഗർ ഡാഡി മാച്ച, മാംഗോ വിത്ത് ലവ്, മാംഗോ വിത്തൗട്ട് ലവ്. എനിക്ക് ചോക്ലേറ്റിൽ എനിക്കൊരു താല്പര്യമുണ്ട്. ഇപ്പൊ എത്ര മണിയായി? 2:47 2:50 ബസ്. 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ പോവാനുള്ള ബസ് വരുന്നതായിരിക്കും ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളുടെ അല്ലല്ല കുറേക്കടാ. അബിയെ ലാസ്റ്റ് കയറിയാ മതി. അബിയെ ലാസ്റ്റ് കയറി. ബസ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ബസ് തെറ്റി. നമ്മൾക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്, നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മള് അടുത്ത എവിടെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് ഗൈസ്. നമ്മളെപ്പോ കോൺസ്റ്റബിൾ വാഹ എത്തും. അബിയെ നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന ടൈം 2 hours ആണ്. വേറൊരാൾ നടന്നുപോയി. അബിക്ക് അബിയെ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് വെറും 2 hours ആണ്. 2 hours ഇപ്പൊ തീരും. അബിയെ നമ്മളെ ഇട്ടിട്ട് പോകുമോ അതോ അബിയെ നമ്മളോട് നിൽക്കുമോ? നീ ഇതിന് പോവാണോ? ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം പോവാണ് ഗൈസ്. അൺടിൽ നെക്സ്റ്റ് ടൈം. ബട്ട് ഇവിടെ എന്റെ അടുത്തോട്ട് തന്നെ വരുന്നത്, അവിടെ അടുത്ത് തന്നെ വരുന്നത്. സൺഡേ തിരിച്ചു വരുന്ന എങ്ങനെയാ?
നിങ്ങൾ വേണേ ഒരുമിച്ച് നോക്ക്. കാരണം എന്തായാലും ന്യൂറംബർഗ് വഴി ഇവർക്കും കണക്ഷൻ കിട്ടും ചിലപ്പോ. ഞാൻ ന്യൂറംബർഗ് വഴിയാ വന്നത്. അതെ ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പോ കോൺസ്റ്റാബിളർ വാഹയില് ബിരിയാണിയോ കോൺസ്റ്റാബിളർ വാഹയിൽ വന്നിരിക്കുകയാണ്. അവിടെ പോലീസ് അതിങ്ങോട്ടാണോ വന്നത്? അവിടെ ലൈറ്റ് മിന്നണ കണ്ടില്ല. അത് നീ ആ ബഹളം വെച്ച് വന്നത് ഇങ്ങോട്ടാന്നാണോ നീ പറയുന്നത്? ആണോന്ന് ഞാൻ ചോദിച്ചു. ആയിരിക്കും, അറിയില്ല. സോ there's H&M. H&M കാണണോ? Do you want to go? Do you want to look something? No guys. Okay guys, ഞങ്ങൾ ഇപ്പൊ കോൺസ്റ്റാബിളർ വാഹയിൽ കൂടെ നടക്കുവാണ്. ഇത് കണ്ടോ ഗൈസ്, കുറച്ച് മുന്നേ കല്ല് മഴ. എന്നിട്ട് അത് വീഡിയോ എഡിറ്റ് കാണാൻ പറ്റല്ലേ? അത് മഴ എന്തൊക്കെ മറ്റേ ചൂടുണ്ട്, കുറച്ച് മൂഡ് സ്വിങ്സ് ആണ് വെതറിന്. പിന്നെയാണ് എന്നെ കുറ്റം പറയുന്നത്. ഗൈസ് പൊലിച്ചായ ഉണ്ട്, പോലീസുകാരൊക്കെ കാണാൻ നല്ല സ്മാർട്ടാണ് ഗൈസ്. അതെ, നമ്മളത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ അടുത്ത് പോലെ അടുത്ത് പോലീസ്, നമ്മുടെ നാട്ടിൽ മാമന്മാരെ കുറ്റം പറയാതെ. ഇതെന്താ ഇവിടെ ഈ സാധനം ഇട്ടേക്കണേ? അത് റോഡ് സോ ഞങ്ങൾ എവിടെ പോകുന്ന എനിക്ക് തന്നെ അറിയില്ല. സൈഡിൽ പോയി കയറിയാലോ? എന്നാ അവിടെ പോയി കയറാം ഗൈസ്. ട്യൂസ്ഡേ, അതായത് നാളെ സെമിയെ തിരിച്ചു പോകും. ഞാൻ സെമിയുടെ കൂടെ തിരിച്ചു ഇല്ല ഗൈസ്. ഞാൻ ഗൈസിനോട് ചോദിക്കട്ടെ, പോളിടാൻ ഞാൻ പോണോ വേണ്ടേ? വരണം. ഞാൻ ഇവളെന്നെ കാണിച്ചില്ല, ഞാൻ ഇവളെ ഇപ്പൊ ഫ്രാങ്ക്ഫർട്ട് കൊണ്ട് കാണിക്കണേ. പക്ഷെ സിറ്റിയിലൊന്നുമല്ല ജീവിക്കുന്നത്, ഞാനൊരു മലയിൽ ഒറ്റയ്ക്ക് ജീവിക്കാം. അതെ, ഞാനൊരു കാട്ടിൽ കണ്ടത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. പാടം അവിടെ ഒറ്റയ്ക്ക് ജീവിക്കണം. പാടത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് മാസത്തിൽ കൂടുതൽ ഫ്രാങ്ക്ഫർട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ സിറ്റി എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് ഫെമിയൊക്കെയാണ്. പിന്നെ നമ്മൾ ഫോർഡൺ ചെയ്യണം. പുതിയ KFC വന്നല്ലോ ഇവിടെ. ഞാൻ 6 മാസം ആണോ? നമുക്ക് KFC കഴിക്കാൻ തന്നെ. 6 മാസം ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ബട്ടർ നാൻ ആൻഡ് ഗോബി മഞ്ചൂരിയൻ, ബെസ്റ്റ് ഫുഡ് എവർ. ഗാർലിക് നാൻ. ഫെമി എന്നാ വെച്ചെന്നറിയോ? പേപ്പർ റോസ്റ്റ്. എന്റെ പേപ്പർ റോസ്റ്റ് എനിക്ക് മതി. എനിക്കിത് ദോശ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. അത് ദോശയൊന്നും ആയിരുന്നില്ല, അത് വലിയ മെനിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ കോളിഫ്ലവർ മഞ്ചൂരിയൻ കിട്ടില്ല. സോ എന്തായാലും ഫേവറേറ്റ് ആയിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ഞാൻ അന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭാഗ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബർക്ഷ. അവൾ അവിടെ പോയി ജാക്കറ്റ് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ പ്രിമാർക്കിലേക്കാണ് ഒരു ഫെമിയുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇത് ഫുള്ളി അങ്ങടെ ഞങ്ങളിപ്പോ പ്രിമാർക്കിലേക്കാണ്. അല്ല, സീല് കയറി ഡോൾറ്റി പോണ്ട്. ആ സൈല് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. പക്ഷെ സീല് അന്നോട്ടാ ഞാൻ പറയുന്നത്. അന്നത്തെ എന്റെ സൈലാന്ന് എനിക്ക് തോന്നുന്നത്. അന്നോട്ട് എന്റെ മറ്റേ വ്ളോഗിനകത്തും സൂപ്പർ മാർക്കറ്റ് ഓക്കെ. അപ്പം കാണാം ഗൈസ്. ഞങ്ങൾ അങ്ങനെ KFC കഴിക്കാൻ വേണ്ടി KFCയിൽ കയറി. ഞങ്ങൾ ഓർഡർ ചെയ്തു. ആൻഡ് അത് വരാൻ വേണ്ടി വെയിറ്റിംഗ്. കാരണം ഇവിടെ ഞങ്ങൾ നമ്പർ വെച്ചിട്ടുണ്ട്. നമ്മുടെ അബി എവിടെയുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളു. നമ്മുടെ മറ്റേ അബിയെ പോയായിരുന്നു. സോ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങളുടെ ബക്കറ്റ് വരാൻ വേണ്ടി ഞങ്ങൾ ബക്കറ്റ് ഓർഡർ ചെയ്തേക്കണം. ഞങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് ഡൈഷ്മനിൽ കയറി, ന്യൂയോർക്കിൽ കയറി. അബി ഒരു പുതിയ ഷൂ എടുത്തു, ന്യൂ ബാലൻസിൻ്റെ. പിന്നെ ഞാൻ കുറച്ച് ഒരു ഇന്നർ വെയർ പോലത്തെ മറ്റേ നമ്മുടെ ഷെമ്മീസില്ലേ, ഷെമ്മീസ് അതെടുത്തു. ഞാനിങ്ങനെ ഇന്നർ വെയർ എടുത്തു ന്യൂയോർക്കറിൽ നിന്ന്. സോ അത്രേ ഉള്ളൂ. ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് വരുമ്പോൾ കാണാം. ഞങ്ങൾ വാഫിൾസ് ആൻഡ് ചോക്ലേറ്റ് ഷേക്ക് മേടിച്ചു. ഒരു ചെറിയ ഡെസേർട്ടിന് വേണ്ടി. അല്ല അബിയ, ഒരു ഡെസേർട്ട് വേണ്ടി.
സോ ഇനിയിപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോകും. ഞങ്ങളത് കഴിഞ്ഞ് ചുമ്മാ H&Mലൊക്കെ ഒന്ന് കയറി KFC ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞങ്ങൾ ഇത് പയ്യായിരുന്ന് ഒരു ഡെസേർട്ട് പോലെ ഈ പയ്യെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. കുടിച്ച് നോക്കട്ടെ. കൊള്ളാം. നമ്മുടെ നാട്ടിലത്തെ ഒരു ഷേക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. കുടിച്ചോ? നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. ഒരു വാഫിൾ മെഷീൻ മേടിക്കാൻ ഉണ്ടാക്കുന്ന മെഷീൻ അത് DM-ല് കിട്ടും. എന്തോ 10-12 രൂപക്കുള്ളൂ. അതിന്റെ വിലക്കുറവിൽ ആക്ഷനും കിട്ടുള്ളൂ. നല്ലതായിരിക്കും. മിക്കവാറും കണ്ടിട്ടുണ്ട് വീഡിയോക്കകത്തൊക്കെ. അടഞ്ഞു പോകണങ്ങള് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ് ഗൈസ്. ഫെമിയക്ക് ഭയങ്കര ഇഷ്ടമായി. ഹാപ്പി ഫോർ ദാറ്റ്.